ഹലോ വിദ്യാർത്ഥികളെ, സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 മില്ലിമീറ്റർ കട്ടിയുള്ള MS പ്ലേറ്റിൽ ലാബ് ജോയിൻ നടത്താനും പരിശോധിക്കാനുമാണ്. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന് അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. 150 മില്ലിമീറ്റർ നീളവും 50 മില്ലിമീറ്റർ വീതിയും 10 മില്ലിമീറ്റർ കനവുമുള്ള പ്ലേറ്റുകൾ തയ്യാറാക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ ലാബ് ജോയിന്റ് സെറ്റ് ചെയ്ത് ടാക്ക് വെൽഡ് ചെയ്യുക. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. വെൽഡിലും ബീഡ് അപ്പിയറൻസിലും സർഫസ് ഡിവൈസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നമുക്കിപ്പോൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 10 മില്ലിമീറ്റർ കട്ടിയുള്ള MS പ്ലേറ്റിൽ ലാബ് ജോയിന്റ് വെൽഡിംഗ് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ അല്ലെങ്കിൽ സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, സ്ഥിരമായ വേഗതയും വോൾട്ടേജും ഉറപ്പാക്കുന്ന വയർ ഫീഡറുകൾ, ഇലക്ട്രോഡ് വയർ സപ്ലൈ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ, CO2. നമുക്കിപ്പോൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 10 മില്ലിമീറ്റർ കട്ടിയുള്ള MS പ്ലേറ്റിൽ ലാബ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. സംരക്ഷണ വസ്ത്രം ധരിക്കുക. ഗ്യാസ് കട്ടിംഗ് സമയത്ത് വെൽഡിംഗ് ഗോഗിൾസും ഗ്രൈൻഡിങ്ങിന്റെ സമയത്ത് പ്ലെയിൻ ഗോഗിൾസും ഉപയോഗിക്കുക. ഗ്യാസ് കട്ടിംഗ് ഉപയോഗിച്ച് 150 മില്ലിമീറ്റർ നീളവും 50 മില്ലിമീറ്റർ വീതിയും 10 മില്ലിമീറ്റർ കനവുമുള്ള പ്ലേറ്റുകൾ മുറിക്കുക. ഗ്രൈൻഡിംഗ് ഉപയോഗിച്ച് അരികുകൾ ഡീബർ ചെയ്യുക. പ്ലേറ്റുകളുടെ ചതുരാകൃതി പരിശോധിക്കുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ സർഫസ് വൃത്തിയാക്കുക. പ്ലേറ്റുകൾ ലാബ് ജോയിന്റായി ക്രമീകരിക്കുക. ടോർച്ച് ഉപയോഗിച്ച് GMAW മെഷീൻ സജ്ജമാക്കുക. 0.8 മില്ലിമീറ്റർ മൈൽഡ് സ്റ്റീൽ ഫില്ലർ വയർ ഉപയോഗിക്കുക. 90 മുതൽ 100 വരെ ആംപിയർ കറണ്ട് സജ്ജമാക്കുക. അനുബന്ധ വയർ ഫീഡ് നിരക്കും 19 മുതൽ 20 ആർക്ക് വോൾട്ടേജും സെറ്റ് ചെയ്യുക. ലാബ് ജോയിന്റിന്റെ രണ്ടറ്റങ്ങളിലും കുറഞ്ഞത് 10 മില്ലിമീറ്റർ നീളമുള്ള ടാക്ക് വെൽഡ് ചെയ്യുക. ടാക്ക് വെൽഡ് വൃത്തിയാക്കുക. CO2 വെൽഡിംഗ് പ്രക്രിയയ്ക്ക് പല മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള കഴിവില്ല. അതിനാൽ പ്ലേറ്റ് സർഫസിൽ നിന്ന് മിൽ സ്കെയിൽ, തുരുമ്പ്, പെയിന്റ്, എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് എന്നിവ വൃത്തിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 മില്ലിമീറ്റർ കട്ടിയുള്ള MS പ്ലേറ്റിലെ ലാബ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രക്രിയ നോക്കാം. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 45 ഡിഗ്രി ചാനലിൽ ടാക്ക് വെൽഡ് ജോലി കീപ്പ് ചെയ്യുക.
അതുവഴി ടാക്ക് വെൽഡ് ജോബ് കീപ്പ് ചെയ്യുക. അതുവഴി വെൽഡിംഗ് ഫ്ലാറ്റ് പൊസിഷനിൽ ചെയ്യാൻ കഴിയും. ഗൺ ജോയിന്റിന് ലംബമായും ട്രാവൽ ഡയറക്ഷന് മുന്നിലായി 5 മുതൽ 15 ഡിഗ്രി വരെ പിടിച്ചിരിക്കുന്നു. 0.8 മില്ലിമീറ്റർ മൈൽഡ് സ്റ്റീൽ ഫില്ലർ വയർ ഉപയോഗിച്ച് ലാബ് ജോയിന്റ് റൂട്ട് റൺ വെൽഡ് ചെയ്യുക. സ്ട്രിങ്ങർ ബീഡ് വെൽഡിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുക. ബീഡ് വൃത്തിയാക്കുക. റൂട്ട് റൺ കവറിംഗ് വീവെഡ് ബീഡ് ടെക്നിക്ക് ഉപയോഗിച്ച് സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ടോർച്ചിലേക്കുള്ള വേവിംഗ് മോഷൻ ക്രസന്റ് മോഷനാണ്. ലാബ് ജോയിന്റിന്റെ മുകളിലെ പ്ലേറ്റിന്റെ അറ്റത്തുള്ള ടോർച്ച് മൂവ്മെന്റിനെ അറ്റമുരുകാത്ത തരത്തിൽ നിയന്ത്രിക്കണം. കൂടാതെ ടോർച്ച് വെൽഡിന്റെ ബോട്ടം ടോയിൽ എത്തുമ്പോൾ ഒരു ഷോർട്ട് ആർക്ക് പീരീഡിലേക്ക് നിലനിർത്തേണ്ടതുണ്ട്. അതുവഴി ടോയിൽ ഡെവലപ്ഡ് ആയ അണ്ടർ കട്ട് ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ശരിയായി നിറയ്ക്കാം. ബീഡ് വൃത്തിയാക്കുക. സെക്കൻഡ് റണ്ണിന് സമാനമായി തേർഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ആവശ്യമായ ബീഡ് റീഎൻഫോഴ്സ്മെന്റ്, ഉയരം, രൂപം എന്നിവ ലഭിക്കുന്നതിന് ടോർച്ചിന് ഒരു യൂണിഫോം ട്രാവൽ സ്പീഡ് നിലനിർത്തുക. ഓരോ റണ്ണിന് ശേഷം ഒരു കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത ബീഡ് വൃത്തിയാക്കുക. ഇപ്പോൾ നമുക്ക് GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 10 മില്ലിമീറ്റർ കട്ടിയുള്ള MS പ്ലേറ്റിൽ ലാബ് ജോയിന്റ് നടത്തുന്നതിനും പരിശോധിക്കുന്നതിനുമായി പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. മുൻകരുതൽ: പ്ലേറ്റിന്റെ അറ്റം ഉരുകുന്നത് ഒഴിവാക്കാൻ ആർക്ക് വോൾട്ടേജ് 1 വോൾട്ടും റൂട്ട് റൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് 5 ആംപിയർ കറണ്ടും കുറയ്ക്കുക. വെൽഡ് സ്പാറ്ററുകൾ ഉപയോഗിച്ച് ടോർച്ച് നോസിൽ തടസ്സപ്പെടുമ്പോൾ ആന്റി സ്പാറ്റർ സ്പ്രേ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വയർ ഫീഡ് ക്രമരഹിതമായതിനാൽ ആർക്ക് അൺസ്റ്റേബിൾ ആകും. കൂടാതെ CO2 വാതക പ്രവാഹം യൂണിഫോം ആയിരിക്കില്ല. ഇത് വെൽഡിനും പൊറോസിറ്റിക്കും അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകും. അമിതമായ വീവിംഗ് കാരണം വെൽഡിന്റെ ടോയിലുള്ള പ്ലേറ്റ് എയുടെ അറ്റം ഉരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ലാബ് വെൽഡിന്റെ മറ്റേ ടോയിൽ ഒരു അണ്ടർകട്ടും ഇല്ലെന്ന് ഉറപ്പാക്കുക. ഇനി നമുക്ക് ഡിഫക്ട്സ് നോക്കാം. അണ്ടർകട്ട്, excessive reinforcement, എഡ്ജഡ് പ്ലേറ്റുകൾ ഉരുകിപ്പോകുന്നു.
porosity. Uneven bead width. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് 150 മില്ലിമീറ്റർ നീളവും 50 മില്ലിമീറ്റർ വീതിയും 10 മില്ലിമീറ്റർ കനവുമുള്ള പ്ലേറ്റുകൾ തയ്യാറാക്കുക, ലാപ്പ് ജോയിന്റുകൾ സജ്ജമാക്കുകയും ടാക്ക് വെൽഡ് ചെയ്യുകയും ചെയ്യുക. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഫ്ലാറ്റ് പൊസിഷനിൽ GMAW പ്രക്രിയ ഉപയോഗിക്കുക. വെൽഡിലും ബീഡ് അപ്പിയറൻസിലും സർഫേസ് ഡിഫെക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.